എന്താ പറ്റിയത്? ഞാൻ അമ്മായിയെ വിളിച്ചു. അമ്മായി ഒന്നും പറഞ്ഞില്ല. കരുണയെ കാണാൻ പോയിട്ട് അവളും ഒന്നും പറഞ്ഞില്ല. എന്താ ആരും ഒന്നും പറയാത്തത്? ഇപ്പൊ ഇങ്ങോട്ട് വന്നപ്പോ ഞാൻ എസ് ഐയെ കണ്ടു. അയാളുടെ സംസാരം കേട്ടിട്ട് അത്ര പന്തിയായി തോന്നിയില്ല. അല്ല, അയാളൊന്നും പറഞ്ഞില്ലേ മോനെ? ഇല്ല, അയാളുടെ സംസാരത്തിൽ നിന്ന് എന്തോ കാര്യമായിട്ട് സംഭവിച്ചിട്ടുണ്ടെന്ന് മനസ്സിലായി. മോനെ, നീ ഇപ്പൊ ഒരു അച്ഛനാവാൻ പോവാടാ. ഞാൻ അച്ഛനാൻ പോകുന്നതിന് നിങ്ങളെ അമ്മാവനെയും പോലീസുകാരെ കൊണ്ടുവന്ന് ഇവിടെ ഇടേണ്ട കാര്യമുണ്ടോ? അതൊക്കെ ഞാൻ അറിഞ്ഞ കാര്യ. ഇപ്പൊ നിങ്ങളെ രണ്ടുപേരെയും ഒന്നിച്ചെന്തിനാണ് പോലീസ് ഇവിടെ ലോക്കപ്പിലാക്കിയെന്ന്? ജാമ്യം പോലും കിട്ടില്ലെന്നാണ് ഞാൻ അറിഞ്ഞത്. അത്രയ്ക്ക് വലിയ തെറ്റ് എന്താണ് നിങ്ങൾ ചെയ്തത്? അത് മോനെ, ഞങ്ങളങ്ങനെ പ്രത്യേകിച്ച് തെറ്റൊന്നും ചെയ്തിട്ടില്ല മോനെ. ഞങ്ങളെ കള്ളക്കേസിൽ കുടിക്കതാ. അതെ അതെ. എന്താ നിങ്ങളുടെ പേരിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന കേസ്? എന്താ അത് പുറത്തു പറയാൻ ബുദ്ധിമുട്ടാണോ? അതുമല്ല, എന്തെങ്കിലും പെണ്ണ് കേസാണോ നിങ്ങൾ രണ്ടുപേരും കൂടെ ഉണ്ടാക്കിയത്? ഞങ്ങൾ അത്തരക്കാരല്ല മോനെ. മോന്റെ അമ്മാവൻ അങ്ങനെ ആയാലും ഞാൻ അങ്ങനെ ആവത്തില്ല മോനെ. നിങ്ങൾ രണ്ടുപേരും വെറുതെ തർക്കിക്കാതെ എന്താണ് ഉണ്ടായെന്ന് വെച്ചാ പറ. അത് മോന്റെ ചേട്ടനോട് ചോദിച്ചാൽ മതി, അവനറിയാം കാര്യങ്ങളൊക്കെ. ഏട്ടൊന്നും പറഞ്ഞില്ല. കോടതിയിൽ വെച്ച് എല്ലാം അറിഞ്ഞോളാനാ പറഞ്ഞിരിക്കുന്നത്. ഓ, എല്ലാരും ഇത് എന്തിനെങ്ങനെ മറച്ചു വെക്കുന്നേ? പറ മാമേട്ടാ, എന്താ സംഭവിച്ചെന്നും മോനോട് പറ മാമേട്ടാ. നീ പറ. തൽക്കാലം അതിനെപ്പറ്റി ഞങ്ങൾക്ക് ഞങ്ങളുടെ നാവ് കൊണ്ട് പറയാൻ പറ്റില്ല മോനെ. കോടതി ചിലപ്പോൾ ഞങ്ങളെ റിമാൻഡ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് കോടതി നീ വരണ്ടെന്നാ എൻ്റെ അഭിപ്രായം. കോടതിയിലേക്ക് വന്നില്ലെങ്കിൽ എനിക്ക് നടന്നൊന്നും അറിയാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് ഉറപ്പായിട്ട് ഞാൻ കോടതിയിലേക്ക് വരും. രണ്ടാളും പലതവണ മഹാലക്ഷ്മിയും കണ്ണനെയും കൊല്ലാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഇനി അങ്ങനെ എന്തെങ്കിലും ചെയ്താണോ നിങ്ങൾ പിടിയിലായത്? അല്ല, ഇനി അങ്ങനെ ആണെങ്കിൽ തന്നെ അതെന്നോട് പറഞ്ഞൂടെ? ഞങ്ങളതിന് എന്ത് പറയണമെന്ന് ആലോചിക്കുന്നേ. നടന്നത് പറഞ്ഞാൽ മതി. തൽക്കാലം അത് പറയാൻ പറ്റില്ല മോനെ. ശരി, അപ്പൊ ഞാൻ എന്തായാലും കാത്തിരിക്കാം എന്താ നടന്നതെന്നറിയാം. എന്തായാലും രണ്ടാൾക്ക് നല്ല ഇടികൊണ്ടെന്ന് എനിക്ക് മനസ്സിലായി. കൊണ്ടെന്നോ? ഞങ്ങളെ ഇട്ട് ചളുക്കി കളഞ്ഞു, എല്ലാരും കൈവച്ചു. അതെ മോനെ, പോലീസുകാരുടെ സകല കൈത്തിരിപ്പും അവന്മാർ ഞങ്ങളുടെ ദേഹത്ത് ചേർത്തിട്ടുണ്ട്. അതുപോലെ എന്തെങ്കിലും തെറ്റായിരിക്കും നിങ്ങൾ രണ്ടുപേരും കൂടി ചെയ്തത്. മോൻ കരുണമോളെ വീട്ടിൽ നിന്ന് വിളിച്ചിട്ട് പോയായിരുന്നോ? ഇല്ല, അവളെ വിളിക്കാൻ ചെന്നപ്പോ എന്റെ കൂടെ വന്നില്ല. ഇനി അവൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ വരട്ടെ. അയ്യോ, അങ്ങനെ പറയല്ലേ. എടാ, ഇനി എന്തായാലും കോടതി കഴിയുമ്പോ നിന്റെ മരുമോൻ നിന്റെ മോളെ വിളിച്ചോണ്ട് പോകത്തില്ല. അത്രയും ഉപകാരം നീ എനിക്കും എന്റെ മോക്ക് ചെയ്തു തന്നല്ലോ. എടാ, നിന്റെ മോളെ കൊണ്ട് ഉണ്ണിയെ കല്യാണം കഴിപ്പിച്ചത് നിന്റെ മോക്ക് നല്ലൊരു ജീവിതം കിട്ടട്ടെ എന്ന് കരുതിയിട്ടാ. പക്ഷേ അവിടെ ജാതകം ഉണ്ടല്ലോ, അതൊരുമാതിരി തരിയുടെ ജാതകമായിപ്പോയി. അതിന് നീ എന്നെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ലക്ഷ്മിക്ക് നിന്റെ മോളെ ദാസിയാകാനല്ലടാ വിധി, നിന്റെ മോളെ ദാസിയാക്കാനാ. അങ്ങനെയാണ് കരുണയുടെ ജാതകമെങ്കിൽ അത് വെട്ടിത്തിരുത്താൻ നമുക്ക് പറ്റത്തില്ലല്ലോ. ഇടിച്ചവന്റെ നട്ടലിന് ഓട്ടിടേണ്ട സമയം കഴിഞ്ഞു. ഇടിക്ക്. എടാ, മിക്കവാറും നമ്മുടെ രണ്ടിന്റെ നട്ടലിന് ഓട്ടയിടും ഇപ്പൊ പോയ നിന്റെ മരുമോൻ.